10 വർഷക്കാലമായി തകരാറിലായിരുന്ന ആരോഗ്യരംഗത്തെ സിസ്റ്റത്തിൻ്റെ തകരാറുകളൊക്കെ പരിഹരിക്കാൻ തുടങ്ങിയോ പുതിയ സർക്കാർ? അഴിമതി നടന്നിട്ടുണ്ട്, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അഴിമതി നടന്നിട്ടുണ്ട്. ഇപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ വരുമ്പോൾ അത് പാടില്ല എന്ന് പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ രഹസ്യമായെങ്കിലും ഉപദേശിക്കാൻ കഴിയുന്ന ആളായിരിക്കണം സാങ്കേതിക വിദഗ്ധൻ. എന്തിനാണൊരു മന്ത്രി നിപ്പ വന്നപ്പോൾ മാസ്കും വെച്ച് ICU യൂണിറ്റിലേക്ക് കയറാൻ പോയത്? ഭയങ്കര തെറ്റാണത്, വലിയ തെറ്റാണത്. ഇവിടെ രോഗത്തിന് സ്വകാര്യ രോഗവും ഗവൺമെൻറ് രോഗവുമില്ല, അല്ലെ ബാക്ടീരിയ, ഗവൺമെൻറ് ബാക്ടീരിയയും പ്രൈവറ്റ് വൈറസും ഒന്നുമില്ല. രോഗി ഈ നാട്ടിലെ പൗരനാണ്. നമസ്കാരം, ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് സാമൂഹ്യ സുരക്ഷാ മിഷനിലും പ്രധാന ചുമതലകൾ വഹിച്ചിരുന്ന ഡോക്ടർ മുഹമ്മദ് അഷീലിലും മാത്രം ഒതുക്കാവുന്ന ഒന്നാണ്. ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും വകുപ്പ് സെക്രട്ടറിയും ഒന്നും എന്തേ അറിയാതെ പോയി ഈ ക്രമക്കേട്? ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ അഴിമതി എന്തേ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുറത്തു വരാതിരുന്നു? 10 വർഷക്കാലമായി തകരാറിലായിരുന്ന ആരോഗ്യരംഗത്തെ സിസ്റ്റത്തിൻ്റെ തകരാറുകളൊക്കെ പരിഹരിക്കാൻ തുടങ്ങിയോ പുതിയ സർക്കാർ? പരിശോധിക്കാം. ഞങ്ങൾക്കൊപ്പം ഈ സമയം ആരോഗ്യവകുപ്പിൻ്റെ ഹൈപ്പവർ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ SS ലാൽ ചേരുകയാണ്. സർ, സ്വാഗതം. ശ്രീ SS ലാൽ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും അതുപോലെ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെയും പ്രധാന ചുമതലകൾ വഹിച്ചിരുന്ന ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ് ധനകാര്യ വകുപ്പിലെ പ്രത്യേക ഓഡിറ്റ് വിഭാഗം. ഈ കാലയളവിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ചട്ടവിരുദ്ധമായാണ് നടത്തിയതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത് ഡോക്ടർ അഷീൽ മാത്രം ഒതുങ്ങുന്നതാണോ ഇത്? ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. ഇത് ഡോക്ടർ അഷീൽ ഒതുങ്ങുന്നതല്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ ഡോക്ടർ അഷീൽ തന്നെ ആയിരിക്കണമെന്ന് പോലുമില്ല ഈ വിഷയത്തിൽ. അപ്പോൾ അത് ഈ വന്നിരിക്കുന്ന AG റിപ്പോർട്ടും തുടർന്നുള്ള ധനകാര്യ പരിശോധന റിപ്പോർട്ടും ഒക്കെ വളരെ ക്ലിയറായിട്ടൊരു കാര്യം കാണിക്കുന്നുണ്ട്. ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറയുന്നതാണ്. ഇപ്പോൾ അഴിമതിക്ക് ഒരു ഉപകരണമായി എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ അഴിമതി നടന്നിട്ടുണ്ട്, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അഴിമതി നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്രൈസിസ് വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പണച്ചെലവൊക്കെ നടത്തേണ്ടി വരും. പക്ഷേ ഇത് ഒരുപാട് കാര്യങ്ങളിൽ ഒരു സിസ്റ്റവുമില്ലാതെ ഉള്ള സിസ്റ്റങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് മോഷണം നടന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അഷീലിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് അഷീൽ ഡോക്ടറാണ്. അദ്ദേഹത്തിന് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാകും രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദം മൂലം. അത് കൂടുതലും സാങ്കേതിക വിഷയങ്ങളാണ്. അത് ഞാൻ ചർച്ചയിലെ അടുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പറയാം. സാമ്പത്തികമായിട്ടുള്ള അഴിമതി CPM വളരെ സിസ്റ്റമാറ്റിക്കായി നടത്തിയിട്ടുണ്ട്. അത് മന്ത്രിക്ക് പോലും അതിനകത്ത് എത്ര പങ്കുണ്ടെന്ന് എനിക്കറിയില്ല അന്നത്തെ. പക്ഷേ CPM എന്ന പാർട്ടി ഈ അവസരം എല്ലാ അവസരങ്ങളെയും, അത് ഈ 10 വർഷമല്ല പണ്ടും അങ്ങനെയാണ്, അവർ വഴിയിൽ സ്ട്രീറ്റിലെ പാട്ടപ്പിരിവ് തൊട്ട് ട്രഷറി മോഷണം വരെ അവർ വളരെ ഓർഗനൈസ്ഡായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തുന്നൊരു പാർട്ടിയാണ്. അതുകൊണ്ടാണ് കോവിഡ് കഴിഞ്ഞപ്പോഴത്തെ എല്ലാവർക്കും ദാരിദ്ര്യം വന്നതും CPMന് മാത്രം രണ്ടാമത്തെ AK സെൻ്റർ ഉണ്ടായതും ബഹുനില മാളിക ഉണ്ടായതും. തീർച്ചയായും ഈ ബ്രേക്ക് ദി ചെയിൻ അതിന് കോടികളാണ് ചെലവിട്ടത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേട്ടത് 4,89,00,000 രൂപ അതാണ് ചെലവാക്കിയത്. 7 വട്ടം മിഷൻ ആസ്ഥാനം പരിശോധിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ബില്ലുകളോ വൗച്ചറുകളോ ഒന്നും കിട്ടിയില്ല എന്നാണ് പരിശോധന വിഭാഗം പറയുന്നത്. അത് എങ്ങനെയാണ്? അതൊരു വലിയ പാളിച്ച തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ അഷീൽ ഇവിടെ ഇല്ല, ലോകാരോഗ്യ സംഘടന ജോലിയൊക്കെ കിട്ടിപ്പോയി. പക്ഷേ സിസ്റ്റംസ് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ സിസ്റ്റത്തിന് തകരാറുണ്ടായിരുന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ കോവിഡ് പിടിച്ചത് മനുഷ്യർക്കാണ്, സർക്കാരിന് കോവിഡ് പിടിച്ചില്ലല്ലോ. അപ്പോൾ നമുക്ക് നേരത്തെയും പറഞ്ഞത്, ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ചിലപ്പോൾ പണം പെട്ടെന്നൊക്കെ ചിലവാക്കേണ്ടി വരും. പക്ഷേ അതൊരു നീണ്ടു നിൽക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് ധൂർത്ത് നടക്കുകയും ചെയ്തത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ കോവിഡിൻ്റെ കാര്യത്തിൽ ഇത് മാത്രമല്ല, അത് PPE കിറ്റ് വാങ്ങുന്ന കാര്യത്തിലായാലും ഗ്ലൗസ് വാങ്ങുന്ന കാര്യത്തിലൊക്കെയും ഒരു വളരെ ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ളൊരു പരിപാടി തന്നെയാണ്. നമുക്ക് തിരക്കിട്ട് നടപടിയെടുക്കുന്നതിന് ആരും എതിരല്ല. നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. കേരളത്തിലെ ഇന്ത്യയും മുഴുവനും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മറ്റ് പ്രദേശങ്ങളിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വലുതായിട്ട് വരുന്നില്ല. അഴിമതി നടക്കുന്ന സ്ഥലങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഒരു അപകടത്തിൻ്റെ മറവിൽ, ഒരു മഹാമാരിയുടെ മറവിൽ അഴിമതി നടത്താൻ സംവിധാനങ്ങളുണ്ടായിരുന്ന നാടുകളിൽ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. അത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. മാത്രമല്ല, ഈ കണക്കുകളൊക്കെ വന്നതൊന്നും UDF സർക്കാരിൻ്റെ വകയായിട്ടല്ല. ഇപ്പോൾ ഞാൻ ചില ഫേസ്ബുക്ക് കുറിപ്പുകളൊക്കെ ഉണ്ട്, എന്നെയും കുറ്റപ്പെടുത്തുന്നു, ഞാൻ കുത്തിപ്പോയിക്കൊണ്ട് വരുന്നതാണ്. ഇത് സംഭവിച്ചിരിക്കുന്നത് മുഴുവൻ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ അത് അവരുടെ CPM പാർട്ടിക്കകത്തുള്ള പടലപ്പിണക്കങ്ങളും രണ്ട് ആരോഗ്യമന്ത്രിമാർ തമ്മിൽ, പഴയ രണ്ട് ആരോഗ്യമന്ത്രിമാർ തമ്മിലുള്ള
തർക്കങ്ങളും അവർ തങ്ങളുടെ പിണക്കങ്ങളും ഒക്കെ പുതിയ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ഉണ്ടായിരുന്ന കാലത്തുമൊക്കെ വരികയും ആ സമയത്താണ് ഈ അന്വേഷണങ്ങൾ മുഴുവൻ നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ അത് പുറത്തു വരാതിരുന്നത് ഇടതു മുന്നണി ഭരണം കൊണ്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയൊക്കെ ചിലപ്പോൾ അന്വേഷണം നടന്നോട്ട് വിചാരിച്ചാണ്. കാരണം ഇതിനകത്ത് അഴിമതി ഉണ്ട്, എന്നാലും പിടിക്കപ്പെടുമെന്ന് വന്നപ്പോൾ അന്വേഷണം നടത്തിയതായിരിക്കാം. ഇപ്പോൾ ഏജ് റിപ്പോർട്ട് നോക്കിയാലും അല്ലെങ്കിൽ ധനകാര്യ പരിശോധന റിപ്പോർട്ട് നോക്കിയാലും കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്. 7 പ്രാവശ്യം ഓഫീസിൽ പോയിട്ട് അവിടെ കണക്കുകൾ കിട്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെയൊക്കെ കടലാസിൽ പേന കൊണ്ട് ആരും എഴുതിയിട്ട് ഒപ്പിട്ട് വാങ്ങിച്ചതാണെങ്കിൽ അതിനകത്ത് അഴിമതി ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സാമൂഹ്യ രംഗത്ത് നിൽക്കുന്ന, രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന, പൊതുജനാരോഗ്യ രംഗത്ത് നിൽക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് നമുക്ക് മനസ്സിലാവുന്ന ഒരുപാട് അഴിമതികൾ കാണുന്നുണ്ടായിരുന്നു. അത് മാധ്യമങ്ങൾക്ക് അറിയുന്നതുമാണ്. അത് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അത് ഏത് പാർട്ടിയായാലും ഏത് സർക്കാരായാലും അഴിമതി ന്യായീകരിക്കാൻ പറ്റില്ല. അതും പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ മരണ പോരാട്ടം നടക്കുമ്പോൾ അതിനിടയിൽ പണം അപഹരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റാണ്. അതായത് അടിയന്തര സാഹചര്യങ്ങളുടെ മറവിൽ കടുത്ത ചട്ടലംഘനങ്ങളും അതുപോലെ സാമ്പത്തിക അനാസ്ഥയും നമ്മുടെ സംസ്ഥാനത്ത് നടന്നു. അതാണ് കണ്ടെത്തിയത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ കണ്ടെത്തിയ കാര്യമാണത്. പക്ഷേ അത് പൂഴ്ത്തിവെച്ചു. അതെ, പൂഴ്ത്തിവെക്കുകയായിരുന്നു. അത് പൂഴ്ത്തിവെക്കാനുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് മാറിയപ്പോൾ ഈ കടലാസ് വന്നു എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു നടപടി എടുത്തിട്ടില്ല. പക്ഷേ ശ്രീ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 10 വർഷക്കാലത്തെ എല്ലാ പർച്ചേസുകളും പരിശോധിക്കപ്പെടുമെന്ന്. അത് നാടിൻ്റെ ആവശ്യമാണ്, അത് രാഷ്ട്രീയ ആവശ്യം പോലുമല്ല. കേരളത്തിൽ ഏതെങ്കിലും മന്ത്രിസഭ, മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ കേരള ജനതയുടെ പണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ട്രഷറി പണമാകാം, നമുക്ക് സംഭാവന കിട്ടിയ പണമാകാം, ഏത് പണമായാലും അത് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതാണ്. അന്വേഷണം നടക്കേണ്ടതാണ്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കേണ്ടത് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അന്വേഷണം നടക്കേണ്ടതാണ്. ഡോക്ടർ എസ് ലാൽ, ഈ അടിയന്തര സാഹചര്യങ്ങളിൽ 5 കോടി രൂപ വരെ ടെൻഡറില്ലാതെ ചെലവഴിക്കാൻ അനുമതിയുണ്ട് എന്നാണ് ഡോക്ടർ മുഹമ്മദ് അഷീൽ പറയുന്നത്. 90% വരെ തുക അഡ്വാൻസായി നൽകാൻ വ്യവസ്ഥയുണ്ടെന്നും പറയുന്നു. അങ്ങനെ ഒന്നും ഉണ്ടോ? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഡോക്ടർമാർ പ്രത്യേകിച്ച് അറിയേണ്ടതാണ്. ഞാൻ അഷീലിനോട് സ്വകാര്യമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ചില ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വരുമ്പോൾ. ഈ രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് CPM, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, അവരിഷ്ടമുള്ളതൊക്കെ പറയും, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവരത് ഊരിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോടും ഒരു ചർച്ച കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞായിരുന്നു, ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യങ്ങൾ നിങ്ങളതിന് അടിമയാകരുത്, നിങ്ങളതിനകത്ത് പെട്ടുപോകരുത്. വളരെ സൗഹൃദത്തോടെ തന്നെ പറഞ്ഞാണ്. ഞങ്ങൾ ചർച്ചകൾ തർക്കിക്കുമെങ്കിലും ഒരു യുവ ഡോക്ടർ നിലയ്ക്ക് എനിക്കും സ്റ്റുഡിയോകളിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ള പരിചയം കൊണ്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അത് വേണ്ടാണ്. ഇപ്പോൾ ഡോക്ടർ എന്നല്ല, ഏത് പ്രൊഫഷണൽ രംഗത്തുള്ളവരും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അബദ്ധങ്ങൾ പറ്റാം, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യങ്ങളുണ്ടാകാം, മന്ത്രിമാർക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ടാകാം. ഇതൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയാം. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ അവാർഡ് കഥകളൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ സ്ഥാപിത താല്പര്യങ്ങളുണ്ടാവും, മന്ത്രിസഭ വീണ്ടും വരണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിന് നമ്മൾ സാങ്കേതിക വിദഗ്ധർ ഉപകരണങ്ങളായി പോകരുത്. നമ്മൾ പൂർണ്ണമായ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ പോലും അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ സാങ്കേതിക വിദഗ്ധർ രാഷ്ട്രീയ പാർട്ടികളെ, മന്ത്രിസഭയൊക്കെ പിന്തുണയ്ക്കുന്നത് അവർക്ക് സാങ്കേതിക കാര്യങ്ങൾ പിഴവുണ്ടാകാതിരിക്കാനും അത് കൃത്യമായി നടത്തി എടുക്കാനും വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് പിഴവുണ്ടായതെന്ന് പറയുന്നത് ഒരു മന്ത്രിക്ക് ചിത്തപ്പേര് വരുന്നതിൻ്റെ അല്ല. ആരോഗ്യരംഗത്ത് നമ്മുടെ ഉപദേശം കാരണം ഒരു പിഴവുണ്ടായാൽ അത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും, ജനങ്ങളുടെ ആയുസ്സിനെ ബാധിക്കും. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി ഇടപെടാതിരുന്നാൽ അതും ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ വരുമ്പോൾ അത് പാടില്ല എന്ന് പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ രഹസ്യമായെങ്കിലും ഉപദേശിക്കാൻ കഴിയുന്ന ആളായിരിക്കണം സാങ്കേതിക വിദഗ്ധൻ. പക്ഷേ ശ്രീ അഷീലിന് പറ്റിയൊരു തെറ്റെന്ന് പറയുന്നത് ഈ CPMൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അദ്ദേഹം കൂട്ടു നിൽക്കേണ്ടി വന്നു, കണ്ണടയ്ക്കേണ്ടി വന്നു. തന്നെ ഹൈപ്പവർ കമ്മിറ്റി എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് വലിയൊരു സംഘം വിദഗ്ധരെൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾ വിദഗ്ധ ഉപദേശമാണ് കൊടുക്കേണ്ടത്. മന്ത്രിമാർ അവരുടെ തലയിൽ തോന്നുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അബദ്ധം അതുപോലെ നടത്തി കൊടുക്കാനല്ല സാങ്കേതിക വിദഗ്ധർ. മന്ത്രി ഇപ്പോൾ ശ്രീ മുരളീധരൻ പറയാറുണ്ടല്ലോ, ഞാൻ ഡോക്ടറല്ല, ഞാൻ സാങ്കേതിക വിദഗ്ധനല്ല, ഞാൻ ഡോക്ടർമാരെ കൊണ്ടല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിദഗ്ധരോട് ചോദിച്ച് അവരെ കൊണ്ടാണ് ചെയ്യുന്നത്. നല്ല നിലപാടാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നിട്ട് ഈ ഹൈപ്പവർ കമ്മിറ്റി ഉണ്ടാക്കി എന്താണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡോക്ടറല്ല, ഡോക്ടർമാരും മറ്റ് സാങ്കേതിക വിദഗ്ധരും കൂടി അവർ ചേർന്ന് ചെയ്യട്ടെ എന്ന്. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭകളിൽ നമുക്കതിന് വിഷമം തോന്നുമായിരുന്നു. മന്ത്രിമാർ ഈ ഡോക്ടറാകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധരാകാൻ നോക്കുകയാണ്. എന്തിനാണൊരു മന്ത്രി നിപ്പ വന്നപ്പോൾ മാസ്കും വെച്ച് ICU യൂണിറ്റിലേക്ക് കയറാൻ പോയത്? ഭയങ്കര തെറ്റാണത്, വലിയ തെറ്റാണത്. മന്ത്രി ICU യൂണിറ്റ് കയറാൻ ട്രെയിൻഡ് അല്ല,
അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. മന്ത്രിക്ക് ചെയ്യാവുന്നത് നേതൃത്വം കൊടുക്കാം, അല്ലെങ്കിൽ ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വന്നിട്ട് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഡോക്ടർ മുഹമ്മദ് അഷീൽ പറയുന്നുണ്ട്, ഈ തീരുമാനങ്ങളിൽ ഞാൻ മാത്രമായിരുന്നില്ല പങ്കാളിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഉത്തരവിട്ടത് സെക്രട്ടറിയാണ്. അപ്പോൾ പിന്നെ എന്നെ മാത്രം പഴിചാരുന്നത് ശരിയാണോ എന്നാണ് അഷീലിൻ്റെ ചോദ്യം. താങ്കളിപ്പോൾ ഈ പറഞ്ഞ കൂട്ടുത്തരവാദിത്വം അതുതന്നെയാണ് അഷീലും എടുത്തു പറഞ്ഞത്. സാങ്കേതിക വിദഗ്ധർ സാങ്കേതിക രംഗത്താണ് ഉപദേശം നൽകേണ്ടത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു സമിതിയിൽ അഴിമതി നടക്കുന്നു അല്ലെങ്കിൽ പണാപകരണം നടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ച് പോകാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ അഴിമതി നടക്കുമ്പോൾ നമ്മൾ നിശബ്ദരായിരുന്നാൽ ആ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന പോലെയാണ്. അതവിടെയാണ് പറ്റിപ്പോയത്. അതുകൊണ്ടാണ് ഉത്തരവാദിത്വം വരുന്നത്, അല്ലെങ്കിൽ ആൻസറബിൾ ആകുന്നത്. ആൻസറബിൾ തന്നെയാണ്. അപ്പോൾ ഒരു നമ്മൾ അതറിയാതെ അറിയാൻ പറ്റിയ ഇപ്പോൾ പറഞ്ഞ് ശരിയാണ്. എനിക്കറിഞ്ഞുകൂടായിരുന്നു ചിലപ്പോൾ മോഷണം നടന്നിട്ടുണ്ടാകും. പക്ഷേ ഞാൻ മാത്രമല്ല കള്ളൻ എന്ന് പറയുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്, പെശകുണ്ട്. അദ്ദേഹം, ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹം സാമ്പത്തിക അഴിമതി കാണിച്ചതെന്ന് വിശ്വസിക്കില്ല. പക്ഷേ പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാർട്ടി നടത്തുന്ന അഴിമതിക്ക് നിശബ്ദനായി കാഴ്ചക്കാരനായി നിന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പെശകുണ്ട്. അതിലാണ് അദ്ദേഹം പെട്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ 2020 ഈ ഗവേണിംഗ് സമിതി യോഗമുണ്ടല്ലോ, അതിലാണ് ഈ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കൂടി പങ്കെടുക്കുകയുണ്ടായി എന്ന്. അതിലാണ് ഈ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, അയർലൻഡിലെ ആശുപത്രിയിൽ നിന്ന് 3500 യൂറോയുടെ ഉപകരണങ്ങൾ അയച്ചു കിട്ടിയെങ്കിലും സ്റ്റോക്കിലുണ്ടെന്ന് തെളിവില്ല. അതുപോലെ 30 ലക്ഷം രൂപയ്ക്ക് കിയോസ്കുകൾ സജ്ജമാക്കിയത് സർക്കാർ അനുമതിയും ടെൻഡറും ഇല്ലാതെയാണ്. പർച്ചേസ് ചട്ടങ്ങൾ പാലിച്ചില്ല. ഇത് കണ്ടെത്തുന്ന റിപ്പോർട്ട് സർക്കാർ സാധൂകരണം തേടിയില്ല എന്നും കുറ്റപ്പെടുത്തലുകളൊക്കെ വരുന്നുണ്ട്. അല്ല, ഇതിനകത്ത് ഞാൻ പറയും, ഇതൊരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. നമ്മൾ പറയല്ലേ, മഞ്ഞുമലയുടെ അഗ്രമാണ് നമ്മൾ കാണുന്നത്. ഇപ്പം 5 കോടി എന്ന് പറയുന്നത് കോവിഡ് സമയത്ത് ചിലവാക്കിയ ഒരുപാട് കോടികളുടെ മുന്നിൽ ചെറുതാണ്. പക്ഷേ ഓരോ രൂപയ്ക്കും നമ്മൾ കണക്ക് പറയാൻ ബാധ്യസ്ഥരാണ്. ഇപ്പം നമ്മൾ അദ്ദേഹം പറഞ്ഞു, സർക്കാരിനല്ല കോവിഡ് വന്നത്, ജനങ്ങൾക്കാണ് കോവിഡ് വന്നത്. സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരു ചെറിയ സ്ലോനെസ് ഉണ്ടായി, ഒന്ന് വേഗത കുറഞ്ഞെങ്കിൽ പോലും സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇത് ഭാവിയിലുള്ള ഡോക്ടർമാർക്കും ഇതൊരു പാഠമാണ്. നമ്മൾ പണം, സർക്കാരിൻ്റെ പണമായാലും മറ്റുള്ളവരിൽ നിന്ന് ദാനമായി കിട്ടുന്ന പണം സർക്കാർ ഉപയോഗിച്ചാലും നമ്മൾ അതിന് ബാധ്യസ്ഥരാണ്. 1 രൂപയുടെ പോലും അഴിമതിക്ക് നമ്മൾ കൂട്ടുനിൽക്കരുത്. അഴിമതി അറിയാത്തതാണെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. അഴിമതി കണ്ടിട്ട് എൻ്റെ പാർട്ടിയല്ലേ ഞാനെങ്ങനെ കുറ്റം പറയുമെന്ന് വിചാരിച്ചാൽ അത് പെട്ടുപോകും. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അത് കഴിഞ്ഞ 10 വർഷത്തെ അന്വേഷണങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇതൊന്നുമല്ല, പലയിടത്തും നമുക്ക് സംശയത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. പലയിടത്തും പല ഉപകരണങ്ങൾ വാങ്ങുന്നത്, കെട്ടിടങ്ങൾ കെട്ടുന്നത്. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾ തറയിൽ കിടക്കുമ്പോൾ, കട്ടിലില്ലാതിരിക്കുമ്പോൾ പ്രാഥമിക ആരോഗ്യത്തിൽ 5 നില കെട്ടിടമോ 7 നില കെട്ടിടമോ കെട്ടിയിട്ടുണ്ട്. അവിടെ 3 ഡോക്ടറുകൾ, അത് ഒരിക്കലും പ്രവർത്തിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കെട്ടിടം കെട്ടുന്നതിനകത്തുള്ള അഴിമതികൾ. അപ്പോൾ മെഡിക്കൽ കോളേജ് രോഗി തറയിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കട്ടിൽ 2 പേര് കിടക്കുമ്പോൾ, ഗ്രാമത്തിലെ സ്ഥലത്ത് 5 നില കെട്ടിടം കെട്ടുക എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ ലക്ഷ്യത്തോടുകൂടി, മാന്യമായ ലക്ഷ്യത്തോടുകൂടി ആണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അഴിമതി എവിടെയായാലും തെറ്റാണ്. അതിന് അഴിമതി ആരോഗ്യരംഗത്താകുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടും. കേരളം പോലെ സംസ്ഥാനത്ത് ആരോഗ്യരംഗത്ത് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പുതിയ രോഗങ്ങൾ വരുന്നുണ്ട്. പഴയ രോഗങ്ങൾ ഇപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നമുക്ക് സമ്പത്ത് കുറവാണ്. നമുക്ക് സർക്കാർ മേഖലയിൽ 30% രോഗികളെ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ബാക്കി 70%-ഉം സ്വകാര്യ മേഖലയാണ് രോഗികളെ നോക്കുന്നത്. അവിടുത്തെ ചിലവ് നല്ലൊരു ശതമാനം മനുഷ്യർക്കും താങ്ങാൻ പറ്റില്ല. ദരിദ്രൻ പരമദരിദ്രനാകുന്നു ചികിത്സ കഴിയുമ്പോഴേക്ക്. കറ്റസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയും. ആഗോളതലത്തിൽ തന്നെ ചർച്ചയാണ്. ദരിദ്രന് അസുഖം വരികയും അസുഖം ചികിത്സ ചെയ്യുമ്പോൾ അവൻ പരമദരിദ്രനാകുകയും ചെയ്യുന്നത് കേരളത്തിൽ വലിയ പ്രതിഭാസമാണ്. വലിയൊരു വേദനിപ്പിക്കുന്നൊരു പ്രതിഭാസമാണ്. ആ സമയത്താണ് നമ്മൾ 1 രൂപ ആരെങ്കിലും അപഹരിച്ചാൽ പോലും അത് യാതൊരു തരത്തിലും ക്ഷമിക്കാൻ പറ്റാത്ത പാതകമായിട്ട്, തെറ്റായിട്ട് മാറുന്നത്. ഈ കോവിഡ് കാലത്തെ ക്രമക്കേടുകൾ അത് കുറേ കാലമായി നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അത് കാര്യമായി എടുത്തില്ല രണ്ടാം പിണറായി സർക്കാർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പുതിയ സർക്കാരിൻ്റെ കാലമാണ്. അപ്പോഴാണ് അതൊക്കെ പൊടിതട്ടി പുറത്തേക്ക് എടുക്കുന്നത്. ഇനിയിപ്പോൾ അത് എങ്ങനെ പോകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണ്. ഒപ്പം ആരോഗ്യരംഗത്ത് പഴയ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റം പാടെ തകരാറിലാണ്. അതാണ് അവസ്ഥ. അത് ഒന്ന് പുതുക്കി കൊണ്ടുവരാൻ പുതിയ സർക്കാർ എന്താണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്? പുതിയ സർക്കാർ, അത് ഏത് പാർട്ടിയുടെ സർക്കാർ വന്നാലും അവർക്കൊരു
ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു കഴിഞ്ഞ 10 വർഷത്തെ തകരാറുകൾ തിരുത്താനും ഒരു പുതിയ ദിശാബോധം ഉണ്ടാക്കാനും. ഇപ്പോൾ തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ പല പ്രാവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ ആരോഗ്യ നയം മായ്ക്കും വേണമെങ്കിൽ നോക്കാം, ഗൂഗിളിൽ നോക്കാം. 2013 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആരോഗ്യ നയമാണ് നമുക്ക് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇപ്പോൾ 13 വർഷമായി. ഈ 2013 ശേഷം ലോകമാകെ മാറി, ആരോഗ്യരംഗം എല്ലാ രാജ്യങ്ങളിലും മാറി. കാരണം കോവിഡ് വന്നു, ഒരുപാട് വിഷയങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു നാട് ഭരണഘടനയില്ലാതെ ഭരിക്കുക എന്ന് പറയുന്നത് പോലെയാണ് ആരോഗ്യ നയമില്ലാതെ ഒരു നാട്ടിൽ ആരോഗ്യ കാര്യങ്ങൾ നടപ്പാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ 13 വർഷമായിട്ട് ആരോഗ്യ നയമില്ല. പഴയ ആരോഗ്യ നയം പുതിയ ഗവൺമെൻറ്റാണെന്ന് അവർ അവകാശപ്പെട്ടിട്ടുമില്ല. അപ്പോൾ കേരളത്തിലെ പുതിയ മന്ത്രിസഭയ്ക്ക്, ഇപ്പോഴത്തെ മന്ത്രിസഭയുടെ ഒരു പ്രധാന ഉത്തരവാദിത്വം ഒരുപാട് കൂടിയാലോചനകളും ചർച്ചകളും നടത്തി പഴയ ആരോഗ്യ നയം നമ്മുടെ മുന്നിൽ വെച്ച് ഇതെങ്ങനെ കാലാനുസൃതമായിട്ട് അല്ലെ പ്രശ്നങ്ങളുടെ പ്രാധാന്യം അത് മുൻഗണനാക്രമത്തിൽ നോക്കി ഒരു പുതിയ ആരോഗ്യ നയം ഉണ്ടാക്കുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്വം. അത് ഓവർ നൈറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു രാത്രി കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് സമയം വേണം. പക്ഷേ ഒരു പ്രഥമ പരിഗണനയിൽ വേണം. രണ്ടാമത്, നമ്മളിപ്പോൾ ഞാൻ UDF ഹെൽത്ത് കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു. അപ്പോൾ അതിനകത്ത് കൊണ്ടുവന്ന ഒരുപാട് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന റിപ്പോർട്ടാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹൈപ്പവർ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ഒരാഴ്ച കൊണ്ട് നമ്മളൊരു പ്രഥമ റിപ്പോർട്ട് കൊടുത്തു. ഇതിനകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 ഗവൺമെൻറ്റുകൾക്കും പറ്റിയ തെറ്റ്, അവർ ആരോഗ്യവകുപ്പെന്ന് പറഞ്ഞാൽ അത് സർക്കാർ മാത്രമാണ് തിരിച്ചു പോയി. ഈ കഴിഞ്ഞ മന്ത്രിസഭ കാലം കഴിയുന്ന 2 മാസം മറ്റോ എന്തോ ഒരു മരണം ചൂണ്ടിക്കാണിച്ചപ്പോൾ ആരോഗ്യമന്ത്രി പറയുകയാണ് അത് പ്രൈവറ്റിലാണ് സംഭവിച്ചത്. എനിക്ക് ശരിക്കും ഞെട്ടിപ്പോയി. ഒരു ആരോഗ്യമന്ത്രി അവരുടെ കാലാവധി 5 വർഷമായി തീരാറായിട്ട് പോലും ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളുടെയും കൂടെ മന്ത്രിയാണ് അവരെന്ന് മനസ്സിലാക്കാതെ പോയി. വലിയൊരു അബദ്ധമാണ്. ഇവിടെ രോഗത്തിന് സ്വകാര്യ രോഗവും ഗവൺമെൻറ് രോഗവുമില്ല, അല്ലെ ഗവൺമെൻറ് ബാക്ടീരിയയും പ്രൈവറ്റ് വൈറസും ഒന്നുമില്ല. രോഗി ഈ നാട്ടിലെ പൗരനാണ്. എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരുന്നത്? നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക്, പൗരന്മാർക്ക് ആരോഗ്യ സംരക്ഷണം ആവശ്യമാണ്. അതിപ്പോൾ ഈ ഉദാഹരണത്തിന് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെ നോക്കിയാൽ അവിടെ വിദഗ്ധരായ ഡോക്ടർമാരില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവർക്ക് വേണ്ട ഉപകരണങ്ങളോ ചികിത്സിക്കാൻ വേണ്ട രോഗിയിലേക്ക് വേണ്ട രീതിയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ അതൊന്നും അവിടെ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അത് അവിടുത്തെ തന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സൊക്കെ പറഞ്ഞതാണ്, വിവാദമായതാണ്. അതിന് എങ്ങനെയാണ് ഒരു പരിഹാരം കാണാൻ പോകുന്നത് ഹൈപ്പവർ കമ്മിറ്റി? ഈ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാനും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ്. അവിടുത്തെ ഡോക്ടർമാർ ഏറ്റവും വിദഗ്ധരാണ്, കാരണം മെറിറ്റിലൂടെ വരുന്നവരാണ്. സ്വകാര്യ മേഖലയും മത്സരിച്ച് നിൽക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം വേണം. അപ്പോൾ ഗവൺമെൻറ്റോ പ്രൈവറ്റോ എന്നുള്ളത് മാത്രമല്ല, ഈ പ്രൈവറ്റിലേക്ക് എന്തുകൊണ്ട് ജനങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചാൽ പഴയ മുഖ്യമന്ത്രി ചോദിച്ചാൽ മതി. അദ്ദേഹം അമേരിക്കയിലെ പ്രൈവറ്റ് സെക്ടറിലാണ് പോയത്. എന്തുകൊണ്ടാണ് അവിടെ മെഡിക്കൽ കോളേജിൽ പോകാത്തത്? ആരോഗ്യമന്ത്രിമാർ തന്നെ ഞാൻ ആരെയും ഗവൺമെൻറ് ആശുപത്രിയില്ല, എമർജൻസിക്ക് വല്ലതും വന്നാൽ അവരെല്ലാം പ്രൈവറ്റ് ആശുപത്രിയിലാണ് പോകുന്നത്. മുഖ്യമന്ത്രിമാർ പ്രൈവറ്റ് ആശുപത്രിയിൽ മാത്രം പോകുമ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർ പ്രൈവറ്റ് ആശുപത്രി കിടന്ന് മരിക്കുമ്പോൾ സാധാരണ ജനത്തിന് അവനെങ്ങനെ മോശമാകുന്നത്? അവൻ മനസ്സിലാക്കുന്ന പ്രൈവറ്റ് ആശുപത്രി മെച്ചമെന്നാണ്. ആ ഒരു പ്രശ്നമുണ്ട്. പ്രൈവറ്റ് ആശുപത്രികളുടെ മെച്ചമാണോ അല്ലേ എന്നുള്ള തർക്കങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ സ്വകാര്യ ആശുപത്രി യാഥാർത്ഥ്യമാണ്. ശ്രീ കെ മുരളീധരൻ പല പ്രാവശ്യം ചർച്ചകളിൽ പറഞ്ഞു സ്വകാര്യ മേഖല യാഥാർത്ഥ്യമാണ്. അത് അവരെ നമ്മൾ പൂട്ടിക്കാൻ നോക്കേണ്ടത് അവരെ വഴി എങ്ങനെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ നോക്കുകയാണ്. നമുക്ക് റെഗുലേഷൻ ഗവൺമെൻറ്റിന് പറ്റും. സ്വകാര്യ മേഖല ഒരു യാഥാർത്ഥ്യമാണ്, തുടച്ചു വയ്ക്കാൻ പറ്റില്ല. റെഗുലേറ്റ് ചെയ്യണം. റെഗുലേറ്റ് ചെയ്യില്ലെങ്കിൽ പാവപ്പെട്ടവൻ ബുദ്ധിമുട്ട്, വലിയ സാധാരണക്കാർ ബുദ്ധിമുട്ട് പോകും. പക്ഷേ ഇത് വരുമ്പോഴത്തേക്ക് പ്രൈവറ്റോ ശരിയല്ല എന്ന് പറയുന്നത് രഹസ്യമായിട്ട് പ്രൈവറ്റ് ആശുപത്രി പോവുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ സ്വകാര്യ മേഖലയിൽ ഒരു സൈഡിൽ കൂടെ കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞില്ല സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ തുടങ്ങാൻ പോവുകയാണ്. ഒരു സൈഡിൽ കൂടെ അത് പറയുകയും ചെയ്യും. സ്വകാര്യം എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയും. സ്വകാര്യ മേഖലയിലെ തെറ്റായ പ്രവണതകൾ അത് സ്വകാര്യമായാലും ഗവൺമെൻറ്റായാലും തിരുത്തപ്പെടേണ്ടതാണ്. അതിനെ അനുകൂലിക്കാൻ പറ്റില്ല. അല്ല, സ്വകാര്യ മേഖലയെ തെറ്റായി നമുക്കങ്ങനെ കാണാനാവില്ലല്ലോ. സ്വകാര്യ ആശുപത്രികളെ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. സാധാരണക്കാരൻ പോലും ഇന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ പോവാതെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങൾ നല്ലതായതുകൊണ്ടാണ് പോകേണ്ടി വരുന്നത്. ഡോക്ടർമാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. വിദഗ്ധരായ ഡോക്ടർമാരാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ സർക്കാർ ആശുപത്രികളിലും ഒക്കെ ഉള്ളത്. അവരുടെ അപാകതയല്ല.
അവിടെ വേണ്ട ഉപകരണങ്ങളുണ്ട് ചികിത്സിക്കാൻ, അല്ലെങ്കിൽ ഒരു രോഗിക്ക് എന്താണ് രോഗം എന്ന് അറിയാൻ, അത് കണ്ടുപിടിക്കാനൊക്കെ ഈ ഡോക്ടർമാർക്ക് മനസ്സിൽ കാണാനാവില്ലോ. അതിന് യന്ത്രങ്ങൾ വേണം, മറ്റ് സംവിധാനങ്ങൾ വേണം, എല്ലാം വേണം. ഇതൊക്കെ ഉള്ളത് സ്വകാര്യ ആശുപത്രികളിലാണ്. അപ്പോൾ പിന്നെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ആവശ്യക്കാരൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. അതിനാണ് മാറ്റം വരുത്തേണ്ടത്. ഇപ്പോൾ താങ്കൾ ഹൈക്കോർ കമ്മിറ്റിയുടെ ചെയർമാനാണ്. പുതിയ ആരോഗ്യ നയം രൂപീകരിക്കാൻ പോകുന്നു. അതിൽ നിങ്ങൾക്കൊക്കെ മുന്നിൽ വെക്കാവുന്നതാണ്, മന്ത്രിക്ക് മുന്നിൽ വെക്കാവുന്നതാണ്, ആരോഗ്യ വകുപ്പിന് മുന്നിൽ വെക്കാം, കുറേ നിർദ്ദേശങ്ങൾ വെക്കാം. ഞങ്ങൾക്കൊക്കെ ഇത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളിവിടെ നിന്ന് പറയുമെന്നേ ഉള്ളൂ. നിങ്ങളാണത് ചെയ്യേണ്ടത്. അതെ, പുതിയ ഗവൺമെൻറ് നടപ്പാക്കി തുടങ്ങി. ഇപ്പോൾ ശ്രീ മുരളീധരൻ പറഞ്ഞല്ലോ, സ്വകാര്യ മേഖല യാഥാർത്ഥ്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെൻറ് മേഖല മെച്ചപ്പെടുത്താൻ നോക്കി. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ എൻ്റെ ബന്ധുക്കൾ വന്നിട്ട് തറയിൽ കിടക്കുന്നു, വയസ്സർ പറയുമ്പോഴും ചർച്ചയിൽ വരുന്നവർ പറയുന്നത് അങ്ങനെയല്ല, ഡോക്ടർ വെറുതെ പറയുന്നതാണ്. ഒരു കെട്ടിൽ 2 പേര് കിടക്കുന്നുണ്ടായിരുന്നു, തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീ മുരളീധരൻ എന്താ ചെയ്ത്, തിരുവനന്തപുരത്ത് തുടക്കമാണ്, പുലിയനർക്കോട്ട ആശുപത്രിയിൽ 10-300 ബെഡ് വെറുതെ കിടക്കുകയായിരുന്നു, അവിടെയും കൂടെ അഡ്മിറ്റ് ചെയ്യാമെന്നാക്കി. അപ്പോൾ ഇതിന് മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും വേണം. ഇപ്പോൾ ഗവൺമെൻറ്റിനകത്ത് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് വഴക്കുണ്ടാക്കിയ ഒരു പാവപ്പെട്ട രോഗിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത പോയതുകൊണ്ടാണ്. യാഥാർത്ഥ്യമാണ്. കാർഡിയോളജിസ്റ്റുമാർ 2 പേര് ചേർന്ന് 700 രോഗി ഒരു ദിവസം നോക്കുന്നത്. ഇവിടേക്ക് എല്ലാവരും എത്തേണ്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ശ്രീ മുരളീധരൻ വേണേൽ പറയാം അവിടെ ഞങ്ങൾ തറയെ കിടത്തുന്നില്ല, പക്ഷേ തറയെ കിടക്കുന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം പുതിയ ആശുപത്രി കട്ടിലുകൾ കണ്ടെത്തുകയാണ്. പക്ഷേ ഇടതുമുന്നണിക്ക് പറ്റിപ്പോയെന്നറിയാം, അവർ പറഞ്ഞു ഇവിടെ ഒരു പ്രശ്നമില്ലെന്നാണ് പറഞ്ഞു. ഈ പ്രശ്നം എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഒരുപാട് വിശ്വസിച്ച് അവിടെ ചെല്ലുമ്പോൾ അവൻ തറയിലായി പോകും. എനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുവിനെ പോലും 77-78 വയസ്സൊരാളെ തറയിൽ കിടത്തിയിട്ട് എനിക്ക് ഇടപെടണം, എന്ത് ചെയ്യാൻ പറ്റും? പ്രശ്നങ്ങളില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആരോഗ്യമന്ത്രി തന്നെ അവസാനം പറഞ്ഞു, ഞങ്ങളോട് മീഡിയയോടാണ് പറഞ്ഞത്, സിസ്റ്റം പാടെ തകരാറിലാണെന്ന് പറഞ്ഞു. അത് സ്ലിപ്പ് ഓഫ് ടങ് ആയിരുന്നു, ഒരു അറിയാൻ പറ്റിപ്പോയതാണ്. അത് മനസ്സിനകത്തുള്ളത് നാക്കറിയാ പറഞ്ഞു പോയതാണ്. പിന്നെ അതിനായിരിക്കാം. പക്ഷേ യാഥാർത്ഥ്യമാണ്, സിസ്റ്റം തകരാറാണ്. തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് കൂടി കൊണ്ടുവരുമെന്ന് ആരോഗ്യമന്ത്രി പലതവണ പറയുന്നത് കേട്ടു. അത് തീരുമാനമായി, അതിൻ്റെ പേര് വരെ പറയുന്നത് കേട്ടു. അതിലേക്കാണോ പോകേണ്ടത്, അതോ നിലവിലുള്ള മെഡിക്കൽ കോളേജ് കുറ്റമറ്റതാക്കുകയാണോ വേണ്ടത്? ഈ തിരുവനന്തപുരം രണ്ടാമത്തെ മെഡിക്കൽ കോളേജിന് അത് വേണോ വേണ്ടെന്നുള്ള വിഷയത്തിൽ വരുന്നതിന് മുമ്പ് അത് നേരത്തെ അനുവദിക്കപ്പെട്ടതാണ്. അതിനെതിരെ ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണ് വേണ്ടാന്ന് പുതിയ ഗവൺമെൻറ്റും തീരുമാനിച്ചത്. അതിനകത്തൊരു രാഷ്ട്രീയ ചർച്ചയുണ്ട്. അപ്പോൾ അവിടെ ബിൽഡിംഗ് ഉണ്ട്, അനുവാദം കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയമുണ്ട്. ഈ രാഷ്ട്രീയ ചർച്ചകളാണ് പലപ്പോഴും വഴിതെറ്റിക്കുന്നത്. താങ്കൾ തന്നെ പറഞ്ഞല്ലോ, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ ആരോഗ്യമന്ത്രി, അതിന് മുൻപുണ്ടായിരുന്ന ഒരു ആരോഗ്യമന്ത്രിയുമായുള്ള ശീതസമരം, അത് 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ ആരോഗ്യമന്ത്രിയിലേക്ക് വരുന്നു. അതിൽ നിന്നൊക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞു. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു, അപ്പോഴും കേൾക്കുന്നു രാഷ്ട്രീയ കളികൾ എന്ന് കേൾക്കുന്നു. പിന്നെ പൊതുജനം എന്ത് ചെയ്യണം? അല്ല, പാർട്ടിക്കകത്ത തർക്കമല്ലത്. ഞാൻ പറഞ്ഞത് തുടങ്ങി എല്ലാം റെഡിയാക്കി വെച്ചിരുന്ന ഒരു 5 നില കെട്ടാൻ തുടങ്ങാൻ സമ്മതിക്കാത്തൊരു തീരുമാനം എടുത്തതിൻ്റെ മറിച്ച തീരുമാനം, പൊളിറ്റിക്കലായിട്ട് ചില തീരുമാനങ്ങൾ അങ്ങനെ വേണ്ടി. പക്ഷേ മറുവശത്ത് നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജ് വേണോ വേണ്ടെന്നുള്ള ചർച്ച എങ്ങനെ വേണ്ടത്, അതാണ് ഞാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ എത്ര മെഡിക്കൽ കോളേജ് വേണോ ഇപ്പോൾ ഉള്ളത് എന്താണ്, അതിന് പഠനം നടന്നിട്ടില്ല. അപ്പോൾ അത് പഠനമാണ് വേണ്ടത്. കേരളം ചിലപ്പോൾ കൂടുതൽ മെഡിക്കൽ കോളേജ് വേണ്ടി വരും. കാരണം പുറത്തേക്ക് ചിലപ്പോൾ ഡോക്ടർമാരെ നമുക്ക് വിടാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ പുറത്തേക്ക് ഒഴുകുന്നത് ഇത് കുറച്ച് മതിയൊന്നും അറിയാൻ വയ്യ. അപ്പോൾ അതിനകത്ത് കൃത്യമായ പഠനം വേണം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു മര്യാദ ഇല്ലാതെ എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങൾ ഒരു ക്ലാസ്സിൽ 200 പേരാണ്. 200 പേർക്ക് ഇരിക്കാനുള്ള ബെഞ്ചും ഡെസ്ക് അവിടെ ഇല്ല. വലിയ ക്ലാസ് റൂമാണ്. താമസിച്ച് വരുന്നവരൊക്കെ തറയിലായിപ്പോവും. അവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇടതുമുന്നണി സർക്കാർ 250 ആക്കി സീറ്റ്. എന്തിൻ്റെ വെളിച്ചത്തിൽ? അപ്പോൾ ആർക്കോ ഉണ്ടായിരുന്ന സ്ഥാപിത താല്പര്യം ആരെയും കൂടെ കയറ്റാണ്ട്. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് സീറ്റ് കൂട്ടുന്നത് ആരും ചോദിച്ചിട്ടല്ല, ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടല്ല. 250 കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നൊരു കോളേജിൽ 300 പേർക്ക് ഇരിക്കാവുന്നൊരു 4 ക്ലാസ് റൂമാണെന്ന് നിയമമുണ്ട്. 200 പേർക്ക് ഇരിക്കാനുള്ള ക്ലാസ് റൂം പോലും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്, യാതൊരു സംശയമില്ല. പിന്നെ കേരളത്തിൽ വേണ്ട പുതിയ മെഡിക്കൽ കോളേജ് ആണോ അല്ലേ എന്നുള്ളത് പഠനങ്ങൾക്ക് ശേഷമാണ് തീരുമാനിക്കേണ്ടത്. പ്രൊജക്ഷൻ അടുത്ത 25-50 വർഷത്തേക്ക് നമുക്ക് എന്ത് വേണമെന്നുള്ളത് നോക്കണം. എൻ്റെ അഭിപ്രായത്തിൽ, വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞങ്ങൾ പറയാറുണ്ട്, നല്ല ആശുപത്രികളാണ് വേണ്ടത്. മെഡിക്കൽ കോളേജുകൾ കെട്ടി 5 നില കെട്ടിടം കെട്ടിയിരുന്നത് രണ്ടാമത് തുറക്കുന്നത് പോലല്ല. പുതിയ മെഡിക്കൽ കോളേജ് വരുമ്പോഴേ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ചർച്ചകൾ നടക്കണം, പഠനങ്ങൾ നടക്കണം, ആവശ്യകത തീരുമാനിക്കപ്പെടണം, പിന്നെ മെച്ചപ്പെട്ട ആശുപത്രികൾ വരണം. ഇപ്പോൾ ജനങ്ങൾക്കും തെറ്റിദ്ധാരണയുണ്ട്, നമ്മുടെ നാട്ടിൽ നല്ല ചികിത്സ കിട്ടുന്ന നല്ല മെഡിക്കൽ കോളേജ് വേണമെന്ന്. അത് ആ ധാരണ തെറ്റാണ്. അപ്പോൾ ജനങ്ങളുടെ ആ സമ്മർദ്ദം രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കും. മെഡിക്കൽ കോളേജ് ഇപ്പോൾ ശ്രീ ഇത്ര മെഡിക്കൽ കോളേജ് അല്ലല്ലോ, RCC മെഡിക്കൽ കോളേജ് അല്ലല്ലോ,
എത്രയോ വലിയ ആശുപത്രികളുണ്ട്. ആശുപത്രികളാണ് അവയൊന്നും മെഡിക്കൽ കോളേജ് ആകാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചികിത്സ ഏറ്റവും നല്ലതാകാൻ മെഡിക്കൽ കോളേജ് വേണം നിർബന്ധം നമ്മൾ ജനങ്ങളുടെ സൈഡിൽ നിന്ന് ഒഴിവാണ്. അത് കൃത്യമായി മനസ്സിലാക്കിയാൽ മതി. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മക്കൾ ഡോക്ടർമാരാണെന്ന് ആഗ്രഹം. എൻ്റെ പേരൻസും ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ മെഡിക്കൽ സീറ്റ് വരുമ്പോഴേ നമ്മുടെ മോന് കിട്ടുമെന്ന് അങ്ങനെ ആഗ്രഹം നോക്കിയാൽ ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. എല്ലാവരെയും ഡോക്ടർമാരാക്കാൻ പറ്റില്ല. എല്ലാം ഡോക്ടറാകേണ്ട കാര്യമില്ല. മെഡിക്കൽ പ്രൊഫഷനേക്കാൾ മെച്ചപ്പെട്ട പ്രൊഫഷനുണ്ട്. പലരും ഡോക്ടറാകുന്ന രക്ഷകർത്താക്കളുടെ സമ്മർദ്ദം കാരണമാണ്. അങ്ങനെ ഒരു അവസ്ഥ മാറണം. നമുക്ക് മെഡിസിൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്താനായിട്ട് കേരളം മുഴുവൻ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം വിശദമായ ചർച്ച നടക്കണം. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്, ചർച്ചകൾക്ക് അവസരം തരുന്നുണ്ട്, വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനുൾപ്പെടെയുള്ള ആരോഗ്യരംഗത്ത് നിൽക്കുന്ന ഒരുപാട് പേരായിട്ട് നിരന്തര സമ്പർക്കത്തിലുമാണ്. അതുകൊണ്ട് മെച്ചപ്പെട്ട തീരുമാനങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കുകയാണ്. തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ SS ലാൽ. ഇനിയെങ്കിലും കൃത്യമായ അന്വേഷണങ്ങൾ നടക്കട്ടെ. സിസ്റ്റം തകരാറൊക്കെ പുതിയ സർക്കാരിന് പരിഹരിക്കാനാവട്ടെ. ബിയോണ്ട് ഹെഡ്ലൈൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.